Hi everyone, 2017 JEE Advanced Paper 2 ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. A source of constant voltage V is connected to a resistance R and two ideal inductors L1 and L2 through a switch S as shown. There is no mutual inductance between the two inductors. The switch S is initially open. At t is equal to 0, the switch is closed and the current begins to flow. Which of the following options are correct? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്യൂട്ട്. ഓക്കെ, across which a DC voltage is applied. സർക്യൂട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? there is a resistance, 2 ഐഡിയൽ ഇൻഡക്ടേഴ്സ് ഉണ്ട്. ഐഡന്റിക്കൽ അല്ല, ഐഡിയൽ ഇൻഡക്ടേഴ്സ്. അങ്ങനെയെങ്കിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. ആദ്യമേ ഞാൻ ഓപ്ഷൻ സിയും ഡിയുമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എയും ബിയും നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഓപ്ഷൻ സി പറയുന്നത്? ദ റേഷ്യോ ഓഫ് കറന്റ് ത്രൂ L1 L2 ഈസ് ഫിക്സഡ് അറ്റ് ഓൾ ടൈം ടി ഈസ് ഗ്രേറ്റർ ദാൻ 0. അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഈ 2 ഇൻഡക്ടേഴ്സും പാരലിലാണ്. ശ്രദ്ധിക്കുക, അത് രണ്ടും പാരലിലാണ്. അതുകൊണ്ട് അവയ്ക്ക് അക്രോസ് ഉള്ള ഇൻഡ്യൂസ്ഡ് EMF സെയിം ആയിരിക്കും, പാരൽ കോമ്പിനേഷൻ ആയതുകൊണ്ട്. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. സിൻസ് ഇൻഡക്ടേഴ്സ് ആർ parallel. Since inductors are parallel, the induced EMF across them must be equal. എന്ന് പറഞ്ഞാൽ എന്താ? E1 must be equal to E2. Induced EMF across first one and second one must be equal. Induced EMFനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. ഈ ഫസ്റ്റ് ഇൻഡക്ടറിൽ കൂടെ ഉള്ള കറണ്ട് I1 ആണെന്ന് വിചാരിക്കുക. അറ്റ് സം ടൈം, അറ്റ് എ ഗിവൺ ടൈം I1 ആണ് ഫസ്റ്റ് ഇൻഡക്ടറിലെ കറണ്ട് എന്ന് വിചാരിക്കുക. സെക്കൻഡ് ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് I2 ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് I ആണെന്ന് വിചാരിക്കുക. E1 എങ്ങനെയാണ് നമ്മൾ എഴുതുക? മൈനസ് L1 ഡി I1 ബൈ ഡി ടി എന്ന് എഴുതണം. ദാറ്റ് ഈസ് വാട്ട് ദ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ഫസ്റ്റ് ഇൻഡക്ടർ. ഇനി ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് സെക്കൻഡ് ഇൻഡക്ടർ എങ്ങനെ എഴുതാം? മൈനസ് L2 ഡി I2 ബൈ ഡി ടി എന്ന് എഴുതണം. ഡി ടി രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് പ്രോപ്പർ ലിമിറ്റ്. വാട്ട് യു വിൽ ഗെറ്റ്? യു വിൽ ഗെറ്റ് L1 I1 must be equal to L2 I2 എന്ന് കിട്ടി. I2. ഇനി കറണ്ടിന്റെ റേഷ്യോ നമുക്ക് എടുത്തു നോക്കാം. I1 by I2. വാട്ട് യു വിൽ ഗെറ്റ്? L2 by L1 എന്ന് കിട്ടി. L1. അപ്പൊ I1 by I2 ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. I1 by I2 അല്ല, I1ഉം I2ഉം ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ റേഷ്യോ ഉണ്ടല്ലോ, റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അറ്റ് എനി ടൈം ദിസ് റേഷ്യോ മസ്റ്റ് ബി കോൺസ്റ്റന്റ് ബിക്കോസ് L1 and L2 are constant. That don't change with the time. L1 and L2 don't change with the time, therefore the ratio doesn't change with the time, therefore the ratio of I1 and I2 does not change with the time. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. at t is equal to 0, the current through the resistance R is V by R. t is equal to 0യിൽ ഇൻഡക്ടറിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇൻഡക്ടർ ഒപ്പോസസ് ദ കറന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇൻഡക്ടറിനെ എടുത്തു മാറ്റുക, ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ t is equal to 0യിൽ ഇൻഡക്ടർ ബിഹേവ് ചെയ്യും. അതുകൊണ്ട് കറന്റ് ഇൻ ദ സർക്യൂട്ട് വിൽ ബി 0. at t is equal to 0, കറന്റ് ഇൻ ദ സർക്യൂട്ട് I മസ്റ്റ് ബി 0. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. കറണ്ട് ടൈം, കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ പോവും, നമുക്കറിയാവുന്നതാണ്. ഒരു ഇൻഡക്ടർ ഉള്ളെങ്കിലും ഒന്നിൽ കൂടുതൽ ഇൻഡക്ടർ ആണെങ്കിലും ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ്. അതുകൊണ്ട് t is equal to 0യിൽ കറണ്ട് I is equal to 0 ആണ്. ഇവിടെ പറഞ്ഞ t is equal to 0യിൽ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ഈസ് V by R എന്നാ പറഞ്ഞത്. അത് തെറ്റാണ്. V by R കറണ്ട് കിട്ടണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇൻഫിനൈറ്റ് ടൈം. ആഫ്റ്റർ എ ലോങ് ടൈം ദ കറണ്ട് വിൽ ബിക്കം V by R, നോട്ട് t is equal to 0. ഇനി അടുത്ത സംഭവം നമുക്ക് നോക്കാം. ആഫ്റ്റർ എ ലോങ് ടൈം കറണ്ട് ത്രൂ L1 വിൽ ബി V by R L2 divided by L1 plus L2. അതുപോലെ കറണ്ട് ത്രൂ L2 തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. I1 plus I2 is equal to I at any time. I എന്താണ്? കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ.
I1 എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ത്രൂ ദ ഫസ്റ്റ് ഇൻഡക്ടർ. I2 എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ ദ സെക്കൻഡ് ഇൻഡക്ടർ. ഇനി ആഫ്റ്റർ എ ലോങ് ടൈം I എത്രയായിരിക്കും? ആഫ്റ്റർ എ ലോങ് ടൈം, ആഫ്റ്റർ എ ലോങ് ടൈം കറണ്ട് സ്റ്റെബിലൈസ് ആവും സർക്യൂട്ടിൽ. എന്ന് പറഞ്ഞാൽ di1/dt 0 ആവും, di2/dtയും 0 ആവും അല്ലേ? അപ്പൊ കറണ്ട് ഈ ഇൻഡക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും? ഒരു ഗുഡ് കണ്ടക്ടർ പോലെ രണ്ട് ഇൻഡക്ടറും ബിഹേവ് ചെയ്യും ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പോൾ കറണ്ട് എന്ത് വരും? കറണ്ട് വിൽ ബി ഈസ് ഈക്വൽ ടു V/R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ട് പോലെ അത് ബിഹേവ് ചെയ്യും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താ? I1 ഡിവൈഡഡ് ബൈ I2 എന്ന് പറയുന്നത് L2/L1 ആണെന്ന് പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഞാൻ കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I1 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 എന്താ ചെയ്തത്? ഞാൻ ഡിനോമിനേറ്ററിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്തു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ ചെയ്താൽ മതി. സി L2 ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2. ഇവിടെയും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആഡ് ചെയ്ത് ന്യൂമറേറ്ററിൽ ഞാൻ എഴുതി. എന്താണ് ഈ I1 പ്ലസ് I2 എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. I1 പ്ലസ് I2 I ആണ്. I എന്ന് പറയുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം V/R ആണ്. അപ്പോൾ I1നെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? I1 ഈസ് ഈക്വൽ ടു V/R L2 ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2 എന്ന് എഴുതാം. ഇനി സിമിലർലി V2 എന്ത് എഴുതാം? സിമിലർലി I2 can be written as V/R L1 divided by L1 plus L2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? Therefore after a long time കറണ്ട് എന്ന് പറയുന്നത് I1 I2 എന്താണെന്ന് നമുക്ക് കിട്ടി? V/R L2 divided by L1 plus L2 ആണ് കറണ്ട് I1. Therefore this is correct and this also is correct. അപ്പൊ ഈ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളതിൽ നമുക്ക് 3 ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഏതൊക്കെയാ? ഓപ്ഷൻ എ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്, റേഷ്യോ ഓഫ് L1 ആൻഡ് L2 ഫിക്സഡ് ആണെന്ന് നമുക്കറിയാം. റേഷ്യോ ഓഫ് കറണ്ട് ത്രൂ L1 ആൻഡ് L2 ഫിക്സഡ് ആണ്, അത് L2 ഡിവൈഡ് ബൈ L1 ആണെന്ന് അറിയാം. T is equal to 0 കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ V/R എന്ന് പറയുന്നത് തെറ്റാണ്, കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ 0 ആണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് A, B, C these 3 are correct. Okay, that's all about this video. Thank you for watching.